ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. പുതുവർഷ പുലരിയുടെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങൾ നേരുന്നു. കർത്താവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളുടെയും കലവറ നിങ്ങൾക്ക് നേരെ കർത്താവ് എപ്പോഴും തുറന്നു തരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും പാത്രരാകുന്നതിന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായും ദൈവത്തിൽ നിന്നും ഈ 2024 നിങ്ങൾ വലിയ അനുഗ്രഹങ്ങൾക്ക് പാത്രരാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും അഭിവൃദ്ധിയും സമാധാനവും സന്തോഷവും നൽകി ആരോഗ്യം നൽകി കർത്താവ് നിങ്ങളെ എല്ലാ വിപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും നിങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കുകയും ചെയ്യും. വിശ്വാസത്തോടെ ഈ വർഷം ദൈവസന്നിധിയിൽ കൂടുതൽ കൃപ കണ്ടെത്തുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിക്കുന്ന ഓരോ നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ദൈവത്തെ കൂടുതൽ അറിയുവാനും ദൈവവുമായി ഒരു ഗാഢബന്ധം നിലനിർത്തുന്നതുമായിരിക്കട്ടെ 2024 നമ്മുടെ ഏറ്റവും വലിയ നിയോഗം. മറ്റ് എല്ലാ നിയോഗങ്ങളും സാധിച്ചു കിട്ടുന്നതിനായി ഈ നിയോഗം ദൈവവുമായി ഗാഢബന്ധം നിലനിർത്തുന്ന ആഗ്രഹം എന്ന നിയോഗം സാധിക്കുന്നതിനു വേണ്ടി ഈ വർഷം ഓരോ ദിവസവും നമുക്ക് പരിശ്രമിക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. തീർച്ചയായും ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്, നമ്മെ അനന്തമായി സ്നേഹിക്കുന്ന കർത്താവാണ്. അവിടുത്തെ ഹൃദയം നമുക്ക് വേണ്ടി വാഞ്ചിക്കുന്നു. അത് മനസ്സിലാക്കി തരുവാൻ ഈ വർഷം ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. കർത്താവായ ദൈവം ഈ വർഷം തൻ്റെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയുടെ കലവറ നമുക്ക് നേരെ തുറക്കും. അവിടുന്ന് സ്വർഗത്തിൻ്റെ വാതിലാണ്. കർത്താവായ യേശു സ്വർഗത്തിൻ്റെ വാതിലാണ്. ഈ അനുഗ്രഹത്തിൻ്റെ വാതിൽ നമുക്ക് ഓരോരുത്തർക്കും തുറന്നു തരുവാൻ ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നു. അതിനാൽ വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പ്രാർത്ഥനകളും, പ്രത്യേകിച്ച് നിങ്ങളുടെ ഹൃദയത്തിനും മനസ്സിനും സമാധാനം നൽകുന്ന പ്രാർത്ഥനകൾ, നിങ്ങൾക്ക് അഭിവൃദ്ധി നൽകുന്ന പ്രാർത്ഥനകൾ ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ ചാനലുകളിൽ കൂടിയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്കറിയാവുന്ന എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. ന്യൂ ഇയറിന്റെ ഒരു സമ്മാനമായി ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക. തീർച്ചയായും ദൈവവചനവും പ്രാർത്ഥനയും ലോകമെമ്പാടും എത്തിക്കുന്ന എല്ലാവർക്കും കർത്താവിൽ നിന്നും വലിയ പ്രതിഫലമുണ്ട്. അതിനാൽ നിങ്ങൾ ഈ അനുഗ്രഹം നഷ്ടമാക്കരുത്. നിങ്ങൾക്കറിയാവുന്ന എല്ലാവരിലേക്കും, നിങ്ങളുടെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും, ഫാമിലി ഗ്രൂപ്പുകളിലേക്കും, ഫ്രണ്ട്സ് സർക്കിളിലേക്കും, എല്ലാ കുടുംബാംഗങ്ങളിലേക്കും, അയൽവാസികളിലേക്കും ഈ വചനം ഷെയർ ചെയ്തെത്തിക്കുക. തീർച്ചയായും കർത്താവായ ദൈവം നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരും. വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും നിയോഗങ്ങളെയും, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ ഈ വർഷത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക. വിവാഹം നടക്കുന്നതിന്, നല്ല ജോലി കിട്ടുന്നതിന്, വിദേശ ജോലി കിട്ടുന്നതിന്, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നതിന്, ദൈവവുമായുള്ള ഒരു ഗാഢബന്ധം നിലനിർത്തുന്നതിന്, ജീവിതം ആത്മീയമായും ഭൗതികമായും ഉയർത്തുന്നതിന്, അങ്ങനെ നിരവധിയായ ആഗ്രഹങ്ങൾ, അനുഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നിങ്ങൾ ഏറ്റവും ആവശ്യമായ 5 നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ പ്രാർത്ഥിക്കുക. തീർച്ചയായും കർത്താവായ ദൈവം പുതുവർഷത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വെളിപാടിന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിനു വേണ്ടി ദൈവം യേശുക്രിസ്തുവിന് നൽകിയ വെളിപാട്. അവൻ തന്റെ ദൂതനെ അയച്ച് ദാസനായ യോഹന്നാന് ഇത് വെളിപ്പെടുത്തി.
അവൻ ദൈവവചനത്തിനും യേശുക്രിസ്തുവിന്റെ വെളിപാടിനും താൻ കണ്ട സകലത്തിനും സാക്ഷ്യം നൽകി. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. യോഹന്നാൻ ഏഷ്യയിലുള്ള 7 സഭകൾക്ക് എഴുതുന്നത് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായവനിൽ നിന്നും അവന്റെ സിംഹാസന സന്നദ്ധിയിലെ സപ്താത്മാക്കളിൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിന്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു. ഓരോ മിഴിയും അവിടുത്തെ കാണും. അവനെ കുത്തിമുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവഗോത്രങ്ങളും അവനെ ദർശിക്കും. ആമേൻ. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, കഴിഞ്ഞ 2023 വർഷത്തെ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനും അവിടുന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കുകയും ഈ ഒരു പുതിയ വർഷത്തിലേക്ക് ചുവടുവെക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്തതിനായി അങ്ങേക്ക് കോടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ വർഷം ഞങ്ങളോടുകൂടെ ന്യൂ ഇയർ ആഘോഷിച്ചവരിൽ ചിലർ ഞങ്ങളെ വിട്ട് ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ടു പോയി. കർത്താവെ, അങ്ങയുടെ അനന്തമായ സ്നേഹം ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ ഇപ്പോഴും കാത്തു പരിപാലിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഒരു പുതുവത്സര പിറവി കൂടി കാണാൻ ഞങ്ങൾക്ക് അവിടുന്ന് ഭാഗ്യം നൽകിയതിനെ ഓർത്തും അങ്ങ് ഞങ്ങളോട് കരുണ കാണിച്ചതിനെ ഓർത്തും ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സകല പാപക്കറകളിൽ നിന്നും ഈശോയുടെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് ഈശോയുടെ തിരുമുറിവിനാൽ ഞങ്ങൾക്ക് പരിപൂർണ സൗഖ്യം നൽകിയ കർത്താവായ ദൈവമേ, അവിടുന്ന് ആദിയും അന്തവുമാണല്ലോ. അവിടുന്ന് ആൽഫയും ഒമേഗയുമാണ്. എൻ്റെ കർത്താവേ, ഞങ്ങൾ ഈ 2024 വർഷം പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ വർഷത്തിലെ ഓരോ മാസവും ഓരോ ആഴ്ചയും ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ നിമിഷവും ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളെയും ഞങ്ങൾക്ക് അവിടുന്ന് ദാനമായി നൽകിയ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു. ഭവനത്തെയും വസ്തുവകകളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തിലും അകത്തും പുറത്തും ഞങ്ങൾ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതുമായ എല്ലാ സാധന സാമഗ്രികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഭവനത്തെ ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ഭവനത്തെയും വസ്തുവകകളെയും ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളായിരിക്കുന്ന സ്ഥലത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ ഹൃദയവും മനസ്സും ഈശോയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് പാപമാലിന്യത്തിൽ നിന്നും പരിപൂർണമായി പരിശുദ്ധി നേടുവാൻ അങ്ങനെ ദൈവവുമായ എൻ്റെ പിതാവായ ദൈവം പരിശുദ്ധനായതുപോലെ ഞാനും ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധരായി ഈ 2024 വർഷം ആയിരിക്കുന്നതിന് ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പരിശുദ്ധനായതുപോലെ ഞങ്ങൾക്കും പരിശുദ്ധരായിരിക്കണം എന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. എന്നാൽ പലപ്പോഴും ഞങ്ങളുടെ ചിന്തയിലും വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ
സംസാരത്തിലും ഞങ്ങളുടെ നിശബ്ദതയിൽ പോലും ഞങ്ങൾ തെറ്റായ ജീവിതം നയിച്ചു. ഞങ്ങൾ തെറ്റായ ജീവിതത്തിന് അറിഞ്ഞോ അറിയാതെയോ വഴിപ്പെട്ടുപോയി. എൻ്റെ കർത്താവായ ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ അനുതപിച്ച് പ്രാർത്ഥിക്കുന്നു. എന്തെന്നാൽ അങ്ങയുടെ വചനം ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: സമയം പൂർത്തിയായിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ദൈവമേ, ഈ വചനത്തിന്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുതാപമെന്ന വലിയ പുണ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അനുതപിക്കുന്നത് ഞങ്ങൾക്ക് ദൈവത്തിൽ നിന്നും കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും ദൈവത്തോട് രമ്യതയിലായിരിക്കുന്നതിനും വേണ്ടിയാണ്. ദൈവമേ, ദൈവത്തോട് രമ്യതപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ 2024 വർഷം ദൈവവുമായിട്ട് യേശുവിൻ്റെ നാമത്തിലും യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലും യേശുക്രിസ്തുവിന്റെ പീഠാസഹനങ്ങളുടെ യോഗ്യതയാലും ദൈവവുമായി രമ്യതപ്പെടുന്നതിന് ഞങ്ങൾക്ക് സാധിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനായി അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഈ 2024 വർഷം എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഞങ്ങൾക്ക് ഉയർച്ച നൽകണമേ. ഞങ്ങളുടെ ജോലി മേഖലയിൽ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും സമാധാനപരമായ അന്തരീക്ഷം നൽകി ജോലി ചെയ്യാനുള്ള മനസ്സും കൃപയും നൽകി ജോലി ചെയ്യുന്നതിന് വേണ്ട ഉത്തമമായ ജ്ഞാനം നൽകി അറിവ് നൽകി എല്ലാ മേഖലകളിലും പെട്ടെന്നും ഏറ്റവും ഉത്തമമായും ചെയ്തു തീർക്കാനുള്ള കൃപയും നൽകി ജോലിയിൽ ഉന്നതമായ ഫലം നൽകുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ. ഞങ്ങളുടെ ഈ ചാനലിന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്നാൽ ഞങ്ങൾക്കെല്ലാം സാധ്യമാകും. എന്തെന്നാൽ അവിടുന്ന് ആദിയും അന്തവുമാണ്, അവിടുന്ന് ആൽഫയും ഒമേഗയുമാണ്. എൻ്റെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വ്യാപരിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം ലഭിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ കർത്താവായ ദൈവമാണ്. കർത്താവെ, ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ സമസ്തവുമാണ്. അങ്ങ് ഞങ്ങളുടെ അവകാശമാണ്. അങ്ങ് ഞങ്ങളുടെ പ്രകാശമാണ്. അങ്ങ് ഞങ്ങളുടെ അനുഗ്രഹത്തിന്റെ വാതിലാണ്. അങ്ങ് ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ കാര്യക്ഷമതയാണ്. അങ്ങ് ഞങ്ങളുടെ വിജയവും മഹത്വവുമാണ്. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ശക്തിയാണ്. അങ്ങ് ഞങ്ങളുടെ അഭയ കേന്ദ്രമാണ്. ഞങ്ങൾ എന്തിനു ഭയപ്പെടണം? ദൈവമേ, ആകുലതകളുടെയും ആകാംക്ഷയുടെയും പ്രതീക്ഷകളുടെയും പ്രത്യാശയുടെയും സമ്മിശ്രിതമായ ഈ 2024 ഞങ്ങൾ ദൈവത്തോടു കൂടെ ആയിരിക്കുവാനും കൂടുതൽ ശക്തിയോടെ കൂടുതൽ ദൈവവിശ്വാസത്തിൽ ആഴപ്പെട്ട് ദൈവത്തിന്റെ ശക്തി പ്രാപിച്ച് ഓരോ നിമിഷവും ഞങ്ങൾക്ക് നേരെ വരുന്ന എല്ലാ വെല്ലുവിളികളെയും നേരിടുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അരുളി ചെയ്ത ഈ ദൈവവചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും വായിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവർക്ക് അങ്ങ് അനാദി മുതലേ വെച്ചിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ ഈ 2024 വർഷം ഞങ്ങളിലേക്ക് എത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് കൂടിയേ തീരൂ. ഞങ്ങൾ അങ്ങയുടെ വിശ്വസ്ത സാക്ഷികളാകുവാൻ, ലോകമെമ്പാടും ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ, ലോകമെമ്പാടും ദൈവത്തിന്റെ സുവിശേഷം പ്രചരിക്കപ്പെടുന്നതിനും കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും പാത്രരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ കണ്ണുനീരൊപ്പി ഞങ്ങളുടെ മിഴികളിൽ നിന്നും മിഴിനീർ തുടച്ചു നീക്കി എല്ലാ ആകുലതകളിൽ നിന്നും ആകാംക്ഷയിൽ നിന്നും നിരാശയിൽ നിന്നും ഭയത്തിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായി മോചിപ്പിക്കണമേ. എൻ്റെ കർത്താവേ, ആസന്നമായ ഭാവിയുടെ അനിശ്ചിതത്വം കാരണം ഞങ്ങൾക്ക് എന്ത് സംഭവിക്കും, ഇനി എങ്ങനെ ജീവിക്കും എന്ന് അറിയാതെ ദുഃഖിക്കുന്ന ആരെങ്കിലും എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട് എങ്കിൽ യുദ്ധവും മുറവിളിയും കേൾക്കുന്നു. ഒപ്പം
എല്ലാ സാധന സാമഗ്രികൾക്കും വില കൂടുന്നു, ജോലി നഷ്ടമാകുന്നു, കടബാധ്യത, സാമ്പത്തിക തകർച്ച, മക്കളുടെ അനുസരണക്കേട്, കുടുംബ തകർച്ച, ഭാവിയിലുള്ള പ്രശ്നങ്ങൾ, വിവാഹ തകർച്ച, ദാമ്പത്തിക തകർച്ച, കുടുംബത്തിലെ ദാരിദ്ര്യവും പട്ടിണിയും കലഹവും, ഇങ്ങനെ അനവധി പ്രശ്നങ്ങളാൽ വേദനിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളോട് ഇന്ന് ദൈവമേ, അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്നാൽ, അങ്ങ് ഞങ്ങളുടെ കൂടെ വസിച്ചാൽ ഞങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് ഈ പ്രാർത്ഥനയിലൂടെ അവിടുന്ന് ബോധ്യപ്പെടുത്തണമേ. എൻ്റെ കർത്താവായ ദൈവം എന്നോട് കൂടെയുണ്ട്. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ ദൈവമായ കർത്താവ് ഈ പ്രാർത്ഥനയിലൂടെ ഈ 2024 വർഷത്തിലെ ഓരോ നിമിഷവും ഞങ്ങളെ പിരിയാതെ ഞങ്ങളുടെ കൂടെയുണ്ട്. നമ്മെ പിരിയാതെ ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നാം താഴ്മയോടെ വർത്തിക്കുക. കർത്താവായ ദൈവം അങ്ങയുടെ അനന്ത സ്നേഹത്താൽ തക്ക സമയത്ത് നമ്മെ ഉയർത്തിക്കൊള്ളും. അതിനാൽ നമ്മെ ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ, ചുറ്റിനുമുള്ള പ്രശ്നങ്ങളെ, മീഡിയയിൽ കൂടി നമ്മിലേക്ക് എത്തുന്ന ലോകത്തിന്റെ അനവധി പ്രശ്നങ്ങളെ, ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും നാം കാണുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ, ബുദ്ധിമുട്ടുകളെ, തകർച്ചകളെ, മരണം, വെല്ലുവിളി, യുദ്ധം, മുറവിളി, അങ്ങനെ എല്ലാ തകർച്ചകളെയും കണ്ട് നാം ഭയപ്പെടേണ്ട. എന്തെന്നാൽ നമ്മെ സൃഷ്ടിച്ച കർത്താവ്, നമുക്ക് വേണ്ടി ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചു തന്ന കർത്താവ്, ഇനിയും ഒരു ലോകം കൂടി വേണമെങ്കിലും നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു തരാൻ കഴിവുള്ള കർത്താവിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നാം താഴ്മയുള്ളവരായി ഇരിക്കുക. നാം ആ ശക്തമായ കരത്തിൽ ബലത്തോടെ പിടിച്ച് ഏത് പ്രതിസന്ധിയിലും മുന്നേറുവാൻ, വിശ്വാസത്തോടെ, ആത്മവിശ്വാസത്തോടെ മുന്നേറുവാൻ കർത്താവിൻ്റെ കരത്തിൽ നാം പിടിക്കണം. ആ പിടിവിടാതെ, ദൈവത്തിൻ്റെ കരത്തിൽ മേലുള്ള നമ്മുടെ പിടിവിടാതെ നാം വിശ്വസിച്ച് മുന്നോട്ട് പോകുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ കർത്താവിൻ്റെ പ്രശ്നങ്ങളായി മാറും. നിങ്ങളുടെ അനുഗ്രഹം ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം സ്വർഗത്തിന്റെ വാതിലാണ്. യേശുക്രിസ്തു സ്വർഗത്തിന്റെ വാതിലാണ്. ആ സ്വർഗീയ വാതിലുകൾ, അനുഗ്രഹത്തിന്റെ വാതിലുകൾ, അനുഗ്രഹത്തിന്റെ ഭണ്ഡാരങ്ങൾ ഈ 2024 വർഷം നിങ്ങൾക്ക് തുറന്നു തരുന്നു. അത് സ്വീകരിക്കുവാനായി ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുക. ഹൃദയത്തിൽ അനുതാപത്തോടെ, മനസ്സിൽ സന്തോഷത്തോടെ, സമാധാനത്തോടെ ദൈവത്തെ സ്തുതിച്ച് അവിടുത്തെ എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ച് 2023 നമുക്ക് നൽകിയ എല്ലാ ദൈവിക അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുക. ദൈവമേ, അനുതാപമെന്ന വലിയ പുണ്യം ഞങ്ങൾക്ക് തരണമേ, എളിമയെന്ന വലിയ പുണ്യം ഞങ്ങൾക്ക് തരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എന്തെന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ഈ 2024 നീതിമാന് ഒരു തകർച്ചയും വരാതെ കർത്താവ് തന്റെ കരങ്ങളിൽ കാത്തുകൊള്ളും. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക. എന്ത് പ്രതിസന്ധി വന്നാലും, ഈ ലോകം മുഴുവനും അപ്രത്യക്ഷമായാലും, ഈ ഭൂമി നമ്മുടെ കാൽ കീഴിൽ നിന്ന് മാറ്റപ്പെട്ടാലും, നിങ്ങൾ പിടിച്ചിരിക്കുന്ന കരം കർത്താവിന്റെ കരത്തിലാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾക്കൊരു നാളും ഒന്നിനും കുറവുണ്ടാവുകയില്ല, നിങ്ങൾക്ക് തകർച്ചയുണ്ടാവുകയില്ല. ഏത് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ശക്തനായ ദൈവത്തിന്റെ കരം മുറുകെ പിടിക്കുക. അവിടത്തേക്ക് നന്ദി പറഞ്ഞ് കാത്തിരിക്കുക. കർത്താവായ ദൈവം ഈ 2024 ഒരു അനുഗ്രഹത്തിന്റെ വർഷമാക്കി മാറ്റും. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒപ്പം അതിൽ ഒരു നിയോഗം ഇതായിരിക്കട്ടെ: ദൈവവുമായി ഒരു ഗാഢബന്ധം പുലർത്തുക എന്നതായിരിക്കണം നിങ്ങളുടെ ഒരു നിയോഗം. എന്തെന്നാൽ വചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനായ കർത്താവായ യേശു ക്രിസ്തുവാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. കർത്താവായ യേശു ക്രിസ്തു, തന്റെ ഏകജാതനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവവുമായി ഒരു ഗാഢബന്ധം, തന്റെ പിതാവായ ദൈവമായ കർത്താവുമായി ഉള്ള ഗാഢബന്ധം പുലർത്തി
നമുക്ക് മാതൃകയായതുപോലെ ഈ 2024 വർഷം നമുക്ക് ദൈവവുമായ നമ്മുടെ പിതാവായ ദൈവത്തോടുള്ള ഗാഠബന്ധം പുലർത്തി നമുക്ക് ഓരോരുത്തർക്കും മാതൃകയായി ജീവിക്കാം, മാതൃകാ വ്യക്തികളായി ജീവിക്കാം. നമ്മുടെ കുടുംബത്തിൽ, ജോലി സ്ഥലത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നാട്ടിൽ, നാട്ടുകാരുടെ ഇടയിൽ ഒരു മാതൃകാ വ്യക്തിയായി മാറുവാൻ ഈ 2024 വർഷം നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഈ വർഷം തുടങ്ങുന്ന എല്ലാ പുതിയ സംരംഭങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ബിസിനസ്സിനെ അവിടുന്ന് വളർത്തി അനുഗ്രഹിക്കണമേ. നീതിപൂർവം ദൈവസന്നിധിയിൽ ബിസിനസ് നടത്തുവാൻ ഞങ്ങൾക്ക് വിജ്ഞാനവും വിവേകവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീതിയാൽ, ന്യായത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മക്കൾക്കു വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ 2024 വർഷം ഞങ്ങളുടെ മക്കൾക്ക് പ്രത്യേക സംരക്ഷണവും അനുഗ്രഹവും നൽകി സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും, ദുഷ്ടശക്തികളുടെ ആധിപത്യങ്ങളിൽ നിന്നും, ദുഷ്ട കൂട്ടുകെട്ടുകളിൽ നിന്നും, ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും ഞങ്ങളുടെ മക്കൾ തകർന്നു പോകാതെ ഞങ്ങളുടെ മക്കളെ പ്രത്യേകം സംരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ. അവരുടെ ഉത്തരവാദിത്തമായ അവരുടെ പഠന വിഷയങ്ങളിൽ അവർ കൂടുതൽ താല്പര്യം കാണിക്കുന്നതിനും കൂടുതൽ ഉന്നത ചിന്തകളാൽ കൂടുതൽ വളർച്ച പ്രാപിക്കുന്നതിനും കൂടുതൽ പക്വതയുള്ളവരായി ഞങ്ങളുടെ മക്കൾ മാറുന്നതിനും ദൈവമേ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കുവാൻ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമേ. അവരുടെ ഹൃദയത്തിൽ എളിമയെന്ന പുണ്യം നൽകി, അനുതാപമെന്ന പുണ്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ. വിശുദ്ധിയിൽ ജീവിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് സ്വർഗത്തിൽ നിന്നും അവിടുന്ന് അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ദൈവമേ, പുതിയ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് ഇന്റർവ്യൂവിന് പോകുന്ന മക്കളുടെ കൂടെ നിന്ന് അവിടുന്ന് ഈ വർഷം സമൃദ്ധിയുടെ വർഷമാക്കി മാറ്റണമേ. കർത്താവെ, വിദേശ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജോലിക്ക് ആവശ്യമായ എല്ലാ ഡോക്യുമെന്റ്സും, ഗവൺമെന്റ് സർട്ടിഫിക്കറ്റുകളും ഡോക്യുമെന്റ്സും അവർക്ക് നൽകി വിസയുടെ തടസ്സം മാറ്റി അവരെ അനുഗ്രഹിക്കണമേ. അവർക്ക് പോകുന്നതിന് ആവശ്യമായ സാമ്പത്തിക സഹായവും മറ്റ് അനുഗ്രഹങ്ങളും നൽകി അവരുടെ യാത്രയെ സുഗമമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം വിദേശത്തായിരിക്കുന്നവർക്ക് ആവശ്യമായ സംരക്ഷണവും സമാധാനവും അഭിവൃദ്ധിയും നൽകി അവരുടെ ഹൃദയാഭിലാഷങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കണമേ. കർത്താവെ, അവരുടെ നാട്ടിലുള്ള കുടുംബാംഗങ്ങളെയും പ്രത്യേകം സംരക്ഷിക്കണമേ. വിദേശത്ത് യാതൊരു ബുദ്ധിമുട്ടുകളും വരാതെ, അന്യരാജ്യത്ത് ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തിരസ്കരണങ്ങളും വരാതെ എൻ്റെ കർത്താവായ ദൈവം അവരെ കൈപിടിച്ച് ഉയർത്തണമേ. മറ്റ് സ്ഥലങ്ങളിൽ, മറ്റ് രാജ്യക്കാരുടെ മുൻപിൽ ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങൾക്ക് ഉയർച്ചയും മഹത്വവും നൽകി അവരെ എല്ലാ കാര്യങ്ങളിലും വിജയിപ്പിക്കണമേ. എളിമയെന്ന പുണ്യം നൽകി, അനുതാപമെന്ന പുണ്യം നൽകി ദൈവത്തോട് ഗാഠബന്ധം പുലർത്തുവാനും അവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിദേശത്ത് ജനിച്ചു വളർന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകം കർത്താവെ, സാത്താന്റെ ദുഷ്ടശക്തികളിൽ നിന്ന് അവരെ പ്രത്യേകം കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ സംരക്ഷണം നൽകി, ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നതിന് ആവശ്യമായ നല്ല കൂട്ടുകാരെ നൽകി, നല്ല സാഹചര്യങ്ങൾ നൽകി, പരിശുദ്ധിയിൽ ജീവിക്കുവാൻ, ദൈവഭയത്തിൽ ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശത്തിന്റെ നയങ്ങൾക്കനുസരിച്ച് പോകാതെ ഈ മക്കൾ തങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും അങ്ങനെ 4-ാം കൽപ്പന അനുസരിക്കുന്നതിനും ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വർഷം വിവാഹം തടസ്സം മാറ്റി ഞങ്ങളുടെ വിവാഹപ്രായമായ മക്കൾക്ക് തക്കതായ തുണയെ നൽകി, ചേർന്ന തുണയെ നൽകി അവരുടെ വിവാഹം നടത്തിച്ചു കൊടുക്കണമേ. വിവാഹ ജീവിതത്തിന് ആവശ്യമായ ദൈവിക കൃപാവരങ്ങളാൽ എല്ലാ ദമ്പതിമാരെയും അനുഗ്രഹിക്കണമേ. വിവാഹപ്രായമായ എല്ലാവരെയും പരിശുദ്ധിയിൽ ആയിരിക്കുവാൻ, ദൈവത്തിന് മുന്നിൽ താഴ്മയോടെ നിൽക്കുവാൻ അവർക്ക് കൃപ കൊടുക്കണമേ. ഉന്നതങ്ങളിൽ നിന്നുള്ള ജ്ഞാനം നൽകി ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ കുടുംബം എന്ന വലിയ ശ്രേഷ്ഠമായ ജീവിത രീതി തിരഞ്ഞെടുക്കുവാൻ ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മാസം
പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ വർഷം 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന, ബോർഡ് എക്സാംസ് എഴുതുന്ന എല്ലാ മക്കൾക്കും അങ്ങയുടെ വലിയ കാരുണ്യവും അനുഗ്രഹവും നൽകി, അവർക്കാവശ്യമായ ജ്ഞാനവും വിവേകവും നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. പരീക്ഷ എഴുതുവാൻ ആഗ്രഹിക്കുന്ന മക്കളുടെ ഭയവും പ്രയാസങ്ങളും മാറ്റി, പഠിക്കാനുള്ള ഭയം മാറ്റി, പഠിക്കാനുള്ള അലസത മാറ്റി, മടി മാറ്റി, അവർക്ക് പൂർണ്ണമായി ഉന്മേഷത്തോടെ പഠിക്കുവാനും കൂടുതൽ അറിവ് സമ്പാദിക്കുവാനും പഠിച്ച കാര്യങ്ങൾ ഓർക്കുവാനും പരീക്ഷയിൽ കൃത്യമായി ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാനും ഈ മക്കളുടെ കൂടെ നിന്ന് അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ ഈ 2024 വർഷം സമാധാനം കൊണ്ട് നിറയണമേ. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിൽ വസിക്കണമേ. അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിൽ, ഭവനത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷകനും നാഥനുമായി അങ്ങ് വസിക്കണമേ. അങ്ങയെ എപ്പോഴും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലമാകട്ടെ ഞങ്ങളുടെ ഭവനം. കർത്താവേ, ഞങ്ങളുടെ ഭവനത്തിൽ ദൈവത്തിന് 1ാം സ്ഥാനം നൽകുകയും ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവാലയമായി ഞങ്ങളുടെ ഭവനത്തെ ഈ 2024 വർഷം ആക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാ മഹാമാരികളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും ഈ 2024 വർഷം ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും പ്രത്യേകം കാത്തുകൊള്ളണമേ. എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും, പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന എല്ലാ നാശനഷ്ടങ്ങളിൽ നിന്നും, വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, അങ്ങനെ എല്ലാവിധ അനർത്ഥങ്ങളിൽ നിന്നും, മണ്ണിടിച്ചിൽ, മറ്റ് അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ജീവിത പങ്കാളിയും മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും ഞങ്ങളുടെ ഭവനത്തെയും വസ്തുവകകളെയും അവിടുന്ന് കാത്ത് സംരക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങൾക്കെല്ലാവർക്കും പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. സകല രോഗങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും ഹൃദയത്തിനും ഇന്ദ്രിയങ്ങൾക്കും പൂർണ്ണ ആരോഗ്യം നൽകി നല്ല ഓർമ്മശക്തി നൽകി ഞങ്ങളുടെ തലച്ചോറിനെയും വിശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലും ഉപരി ഞങ്ങൾ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുന്നവരായി അനുതാപത്തോടെ വിശുദ്ധിയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിലകൊള്ളുവാൻ എളിമയെന്ന മഹാപുണ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ 2024 വർഷം എളിമയെന്ന വലിയ അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ. എളിമയുടെ പരിശുദ്ധാത്മാവെ വാഴണമേ. അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ വാഴണമേ. ഞങ്ങളെ എളിമയുള്ളവരാക്കി മാറ്റി കൂടുതൽ ദൈവഭയത്തിൽ ജീവിക്കുവാൻ, ദൈവവിശ്വാസത്തിൽ ജീവിക്കുവാൻ, ദൈവത്തിന്റെ പരിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ എളിമയുള്ളവരാക്കി മാറ്റണമേ. കർത്താവെ, അങ്ങ് എല്ലാം അറിയുന്നുവല്ലോ. ദൈവമേ, ഈ 2024 വർഷം ഞങ്ങളുടെ സാമ്പത്തിക അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നേരെ അവിടുന്ന് തുറന്നു തരണമേ. അങ്ങ് അനുഗ്രഹത്തിന്റെ വാതിൽ, സമ്പത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് നേരെ തുറക്കണമേ. ഈശോയെ, അങ്ങ് സ്വർഗത്തിന്റെ വാതിലാണ്. സാമ്പത്തിക മേഖലയുടെ വാതിൽ ഞങ്ങൾക്കായി തുറന്ന് എല്ലാ കടബാധ്യതകളിൽ നിന്നും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും ഈ 2024 ഞങ്ങളെ പൂർണ്ണമായി മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാമ്പത്തിക അവസ്ഥയെ നീ മാനിക്കണമേ. ഞങ്ങളുടെ സമ്പത്തിനെ നീ അനുഗ്രഹിച്ചുയർത്തണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നതോടൊപ്പം ഏറ്റവും ദുരിതത്തിലായിരിക്കുന്ന മറ്റ് സഹോദരി സഹോദരങ്ങൾക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക സഹായം ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കുവാൻ ആവശ്യമായ സമ്പത്ത് ഞങ്ങൾക്ക് നൽകി അവിടുന്ന് ഞങ്ങളുടെ സമ്പത്തിനെ ഉയർത്തണമേ. ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്തണമേ. കൊടുത്തു തീർക്കാനുള്ള എല്ലാ കടബാധ്യതകളെയും ഈ വർഷം പൂർണ്ണമായി കൊടുത്തു തീർത്ത് സ്വസ്ഥതയും സമാധാനവുമുള്ള സന്തോഷത്തോടെയുള്ള ജീവിതം നയിക്കുവാൻ ഈ 2024 വർഷത്തെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഞങ്ങൾ ഓരോരുത്തരും കൂടുതൽ കാര്യക്ഷമതയോടെ ജോലി ചെയ്യുന്നതിനും, കൂടുതൽ ഉത്തരവാദിത്തോടെ ജോലി ചെയ്യുന്നതിനും, കൂടുതൽ അധ്വാനിക്കുന്നതിനും, സമയം ഒട്ടും തന്നെ പാഴാക്കാതെ ഓരോ നിമിഷവും അധ്വാനിക്കുന്നതിനു വേണ്ടി ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് കൃപ തരണമേ. എൻ്റെ പിതാവ് പ്രവർത്തന നിരതനായതുപോലെ ഞങ്ങളും
പ്രവർത്തന നിരതരാകുവാൻ സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന 5 നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സാധിച്ചു കൊടുക്കണമേ. അതിൽ ഒരു നിയോഗം കർത്താവുമായുള്ള എൻ്റെ പിതാവായ ദൈവവുമായുള്ള ഗാഠബന്ധം ഈ 2024 പൂർത്തീകരിക്കുന്നതിനു വേണ്ടിയാണ് ഒരു നിയോഗം. എൻ്റെ ദൈവമേ, ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന അവർക്ക് മറ്റ് നിയോഗങ്ങളും അവിടുന്ന് സാധിച്ചു കൊടുത്ത് അവരുടെ ഹൃദയത്തിൽ സംതൃപ്തിയും സമാധാനവും നൽകി അവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം നിങ്ങൾക്ക് ആവശ്യമായ നിയോഗങ്ങളെ സമർപ്പിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അവിടുന്ന് കേൾക്കുകയും ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും അവിടുന്ന് സാധിച്ചു തരികയും ചെയ്തതിനായി അങ്ങേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, ഈ വർഷം എല്ലാ മേഖലയിലും സമാധാനവും സന്തോഷവും സംതൃപ്തിയുമുള്ളവരായി ആരോഗ്യമുള്ളവരായി അങ്ങേക്ക് നന്ദി പറയുവാൻ ഈ 2024 വർഷം ഓരോ നിമിഷവും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കർത്താവേ, അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിന്റെ മാലാഖമാരെ, ഈ 2024 വർഷം എല്ലാ ദൈവീക അനുഗ്രഹങ്ങളുടെയും കലവറ ഞങ്ങൾക്ക് നേരെ തുറന്ന് കിട്ടുന്നതിനും ഞങ്ങൾ അത് സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തിൽ എളിമയുള്ളവരായി മാറുന്നതിനും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ. ആമേൻ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം ഈ 2024 വർഷം ഓരോ നിമിഷവും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും മക്കൾക്കും ഞങ്ങളുടെ വസ്തുവകകൾക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ 2024 വർഷം അനുഗ്രഹങ്ങളുടെ വർഷമാക്കി മാറ്റട്ടെ. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും അഭിവൃദ്ധിയുടെയും ആരോഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും വർഷമാക്കി മാറ്റട്ടെ. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ.